ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതമായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി കർഷകർക്ക് വിതരണം ചെയ്യും. ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയുടെ ശതാബ്ദി സമ്മേളനത്തെ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.69% ഉയർന്നു. കേരളത്തിൽ ഇന്നലെ 6,169 പേർക്ക് കോവിഡ് ബാധ. യുകെയിൽ നിന്നും ഇന്ത്യയിലെത്തി കോവിഡ് സ്ഥിരീകരിച്ച യാത്രക്കാരുടെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം യോഗം ചേർന്നു. വ്യാജ GST ഇൻവോയ്സുകൾ തടയുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതമായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ പങ്കുവയ്ക്കും. ശാന്തി നികേതനിലെ വിശ്വഭാരതി സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാവിലെ 11 മണിക്ക് വീഡിയോ കോൺഫറൻസ് വഴിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് പ്രധാനമന്ത്രി. പശ്ചിമബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകർ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്ക് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. 1921 ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതിയെ 1951 പാർലമെന്റ് നിയമത്തിലൂടെയാണ് കേന്ദ്ര സർവകലാശാലയായി പ്രഖ്യാപിച്ചത്. യുകെയിൽ നിന്നും ഇന്ത്യയിലെത്തി കോവിഡ് സ്ഥിരീകരിച്ച യാത്രക്കാരുടെ നിലവിലെ സ്ഥിതിയും മറ്റും വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നു. ഒരു റിപ്പോർട്ട്. യുകെയിൽ നിന്നും മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ഗോവ, പഞ്ചാബ്, ഗുജറാത്ത്, കേരളം എന്നിവിടങ്ങളിലെത്തിയ യാത്രക്കാരുടെ ആരോഗ്യനില സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തി. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം യുകെയിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സാംക്രമിക രോഗ നിരീക്ഷണ മന്ത്രാലയം പുറത്തിറക്കിയ മാതൃകാ പ്രവർത്തനച്ചട്ടം യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. യുകെയിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന യാത്രക്കാരുടെ വിശദാംശങ്ങൾ എയർ സുവിധ പോർട്ടൽ വഴി പരിശോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിൾ ജിനോം സീക്വൻസിംഗ് പരിശോധന സൌകര്യമുള്ള ലബോറട്ടറികളിലേക്ക് അയക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിലവിൽ 6 ലബോറട്ടറികളാണ് രാജ്യത്തുള്ളതെങ്കിലും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. പുതിയ പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വിമാനത്താവള ആരോഗ്യ ഓഫീസ്, നിരീക്ഷണ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഏകോപനം നടത്താനും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. യുകെയിൽ നിന്നുള്ള ചരക്ക് നീക്കത്തെപ്പറ്റി സംസ്ഥാനങ്ങൾ ഉന്നയിച്ച ആശങ്കകളും യോഗത്തിൽ ചർച്ച ചെയ്തു. ICMR ഡയറക്ടർ ജനറൽ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ വകഭേദം ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത കൈവിടരുതെന്നും നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.69% ഉയർന്നു. കഴിഞ്ഞ ദിവസം 26,000-ത്തിലധികം പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് ഇതുവരെ 96,63,000 പേരാണ് കോവിഡിൽ നിന്ന് മുക്തി നേടിയതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2,89,000 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 23,950 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,99,000 നിലവിൽ 1.45% മരണനിരക്ക്. കേരളത്തിൽ ഇന്നലെ 6,169 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,808 പേർ രോഗമുക്തി നേടി. 22 കോവിഡ് മരണവും ഇന്നലെ സ്ഥിരീകരിച്ചു. 61,437 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 10.04% പോസിറ്റിവിറ്റി നിരക്ക്. 2020 ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി കോവിഡ് മൂലമാണ് നടക്കാത്തതെന്നും ഇരു രാജ്യങ്ങളും ചേർന്നെടുത്ത തീരുമാനമാണിതെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയെ സംബന്ധിച്ച ചില മാധ്യമ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. സുപ്രധാന രാജ്യങ്ങളുമായുള്ള ബന്ധത്തെപ്പറ്റി തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത് നിരുത്തരവാദിത്തപരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. കോവിഡ്-19 മഹാമാരിക്കിടയിലും ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം നല്ല നിലയിൽ തുടരുന്നുണ്ടെന്ന് ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ നിക്കോളെ കുട്ഷേവും വ്യക്തമാക്കി. വിദേശകാര്യ സെക്രട്ടറി റിവ ഗാംഗുലി ദാസും ദക്ഷിണ കൊറിയൻ വിദേശകാര്യ സഹമന്ത്രി ചോയ് ജോങ് കുന്നും ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച ചെയ്തു.
ഉന്നതതല ഉഭയകക്ഷി സഹകരണം, പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നീ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. വ്യാജ GST ഇൻവോയ്സുകൾ തടയുന്നതിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയതായി മന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. GST കൌൺസിലിന്റെ നിയമ കമ്മിറ്റി ശുപാർശയെ തുടർന്നാണ് ഈ തീരുമാനം. 6 മാസത്തിൽ കൂടുതലായി റിട്ടേണുകൾ സമർപ്പിക്കാത്തവരുടെ GST രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നാണ് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കാരണങ്ങളില്ലാതെ GST രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. 4 കോടിയിലേറെ വരുന്ന പട്ടികജാതി സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി 59,048 കോടി രൂപ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനായി കേന്ദ്രം അനുവദിച്ചു. കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തിലൂടെ പട്ടികജാതി സമുദായത്തിലെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കൾക്ക് മികച്ചതും ചെലവ് കുറഞ്ഞതുമായ വിദ്യാഭ്യാസം നൽകുക എന്നത് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്കോളർഷിപ്പിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമായി വഹിക്കുകയെന്ന് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി തവാർ ചന്ദ് ഗെഹ്ലോട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിന്റെ 72ാമത് പതിപ്പ് ഈ ഞായറാഴ്ച രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും നമോ ആപ്പ്, മൈ GOV ഫോറം എന്നിവ വഴി നൽകാവുന്നതാണ്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളും പരിപാടി സംപ്രേഷണം ചെയ്യും. ഡൽഹിയിൽ അന്തരീക്ഷ ഗുണനിലവാരം മോശം സ്ഥിതിയിൽ തുടരുന്ന സാഹചര്യത്തിൽ പൊടിപടലങ്ങൾ നിയന്ത്രിക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ നിർദ്ദേശം നൽകി. കെട്ടിടങ്ങളും മറ്റും പൊളിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക പരിശോധനാ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും ഡൽഹി മലിനീകരണ നിയന്ത്രണ കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖാലിസ്ഥാൻ ഭീകരവാദി ഗുർജീത് സിംഗ് നിജാറിനെ ദേശീയ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയ നിജാറിനെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിയാണ് നിജാർ. കോവിഡ് വ്യാപനം കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും ജനിതക വകഭേദം വരുന്ന വൈറസിന്റെ ഭീഷണി നിലനിൽക്കുന്ന സ്ഥിതിയിലും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവേളകളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ ശൈലജ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രോഗവ്യാപന സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞതുപോലെ വീണ്ടും കോവിഡ് വ്യാപനം കൂടി വരികയാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച നടപടി സംബന്ധിച്ച് മുഖ്യമന്ത്രി നൽകിയ കത്തിന് ഗവർണർ മറുപടി നൽകി. പ്രത്യേക സമ്മേളനത്തിന് അനുമതി തേടിയത് വ്യവസ്ഥാപിത ചട്ടപ്രകാരമല്ലെന്ന് ഗവർണർ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും സ്വപ്നയും ഉൾപ്പെടെ 4 പേരുടെ ബാങ്ക് നിക്ഷേപങ്ങൾ അടക്കമുള്ള സ്വത്തുകൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉത്തരവിട്ടു. ബോളിവുഡ് നടി കങ്കണ റനൌത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൊളിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ ഇക്ബാൽ ചാഹലിന് മഹാരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. 2021 ജനുവരി 20 മുനിസിപ്പൽ കമ്മീഷണർ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സപ്ലൈകോ 2ാം വിള നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷന് ഓൺലൈൻ പോർട്ടൽ തുറന്നു. രജിസ്ട്രേഷൻ 2021 ഫെബ്രുവരി 15 വരെ ഉണ്ടായിരിക്കുമെന്ന് CMD അലി അസ്ഗർ പാഷ അറിയിച്ചു. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്താവ് എന്ന നിലയിൽ വ്യക്തിക്കുള്ള അവകാശം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഉപഭോക്തൃ ദിനം നൽകുന്നത്. മലയാള ചലച്ചിത്ര യുവ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴ കൊച്ചിയിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 10:15 അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതമായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി കർഷകർക്ക് വിതരണം ചെയ്യും. ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയുടെ ശതാബ്ദി സമ്മേളനത്തെ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.69% ഉയർന്നു. കേരളത്തിൽ ഇന്നലെ 6,169 പേർക്ക് കോവിഡ് ബാധ. യുകെയിൽ നിന്നും ഇന്ത്യയിലെത്തി കോവിഡ് സ്ഥിരീകരിച്ച യാത്രക്കാരുടെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം യോഗം ചേർന്നു. വ്യാജ GST ഇൻവോയ്സുകൾ തടയുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.